ഹായ് ഹായ്. മെന്റലിസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു സാധനമാണ് ഞാനത് ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ മൊബൈൽ ഒന്ന് അൺലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ഓക്കെ, ഇതിന് കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ഒരുപാട് മെനക്കെട്ട് കഴിഞ്ഞാൽ അൺലോക്ക് നമ്പർ അല്ല, കിട്ടത്തില്ല. അതുപോലെ തന്നെ മൈൻഡിന്റെ കാര്യം ഒരാൾ വരുന്നുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഓക്കെ, ഈ മെന്റലിസം എന്ന് പറഞ്ഞാൽ ആളെ കിട്ടാത്തൊരു കാലഘട്ടമാണ്, പേടിക്കും. ഹലോ ഹലോ, നമസ്കാരം, ഹായ്. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഒരു മെന്റലിസം ട്രൈ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മെന്റലിസം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇതൊന്ന് കോളർ വെക്കാവോ? വോയിസ് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. സംഭവം ഒന്നുമില്ല, ഞാൻ ബ്രോയുടെ മൊബൈൽ ഒന്ന് അൺലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ഓക്കെ, ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാനത് ജസ്റ്റ് ട്രൈ ചെയ്ത് ഒന്ന് നോക്കാം കൂടായ്പാണോ അല്ലയോ എന്നുള്ളത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് കണക്ട് ചെയ്യാവോ കോളറിലേക്ക്? സാധാരണ മെന്റലിസം എന്ന് പറഞ്ഞാൽ ആളെ കിട്ടാത്തൊരവസ്ഥ. കാരണം ഒരു എന്തെങ്കിലും ഉടായിപ്പാടോ ഇനിയിപ്പോ മുഖത്ത് നോക്കിയിട്ട് മൊത്തം ലക്ഷണങ്ങൾ പറയും, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഒന്നിരിക്കാവോ പ്ലീസ്? ഓക്കെ, പേരെന്തായിരുന്നു? റിജുലാൽ. റിജുലാൽ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എന്തിനു പഠിക്കുന്നു? IT കഴിഞ്ഞ് പോളി വന്ന് നിൽക്കുവാണ് അല്ലെ? ഓക്കെ, ഈ സ്ഥലത്തിന്റെ പേര് ഉഗ്രപുരം അങ്ങനെ എന്തോ ആണല്ലേ? ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ, കാരണം ഞങ്ങൾ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഉഗ്രനായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരാൾ തന്നെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കൈ കുറച്ചും പിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ശരി. നോർമൽ ആയിരുന്നുള്ളൂ കേട്ടോ, ഞാൻ വേറെ ഒന്നും പറയത്തില്ല, വേറൊരു കാര്യങ്ങളൊക്കെ ഒന്നും ഇതിനകത്തില്ല. ഞാന് ബ്രോയുടെ മൊബൈൽ ഒന്ന് അൺലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണം. അപ്പം ബ്രോയുടെ മൊബൈൽ നമ്പറോ പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അത് പാറ്റേൺ ലോക്ക് ആണോ അത് നമ്പർ ലോക്ക് ആണോ? നമ്പർ ലോക്ക് ആണ്. ഓക്കെ, ഫൈൻ, നല്ല കാര്യം. നമ്പർ ലോക്ക് ആണെങ്കിൽ ഞാൻ ആ നമ്പർ ഒന്ന് അൺലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഓക്കെ, മേ ബി ഫെയിലിയർ ആവാം അല്ലെങ്കിൽ സക്സസ് ആവാം. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മൊബൈൽ ഒന്ന് എടുക്കാവോ? അടിപൊളി മൊബൈൽ ആണല്ലോ. ഏതായിരുന്നു ഇത്? മോട്ടറോള. ഓക്കെ, സോ എല്ലാവരും കണ്ടല്ലോ അല്ലെ? അൺലോക്ക് ആണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പാസ്വേഡ് കൂടി അതെ 4 ഡിജിറ്റോ പാസ്വേഡ് ആണോ? 4 ഡിജിറ്റ് പാസ്വേഡ് ആണ് കേട്ടോ, കണ്ടല്ലോ അല്ലെ? ഫൈൻ. അപ്പൊ ഞാൻ മൊബൈൽ നമ്പർ ഒന്ന് അൺലോക്ക് ചെയ്യാൻ പോവാണ്. മൊബൈൽ ആയിട്ട് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, കൈ ഒന്ന് തരുമോ? ഓക്കെ, ഫ്രീ ആയിട്ട് ഇരുന്നോ, കുഴപ്പമില്ല. ഓക്കെ, ചുമ്മാ ഒന്ന് കൗണ്ട് ചെയ്യാവോ? 1 to 10. 10 വരെ 0 കൗണ്ട് ചെയ്യണേ. പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 0. ഒന്നുകൂടി. 1 2 3 4 5 6 7 8 9 0. ലൗഡ് ആയിട്ട്. 1 2 3 4 5 6 7 8 9 0. ഓക്കെ, റിജുലാൽ മാത്രമല്ല, ഇത് കാണുന്ന ആൾക്കാർ കാര്യം മനസ്സിലാക്കണം. മെന്റലിസ്റ്റുകളല്ല, ലോകത്തിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവരുടെ മൈൻഡ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല വിത്തൗട്ട് എനി ഡ്രഗ്. അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിലിട്ടോ, എക്സെപ്ഷൻ കേസുകളുണ്ട്. ചില ഡ്രഗ്സുകളുടെ സ്കോപ്പലാമൈൻ പോലുള്ള ചില ഡ്രഗ്സുകൾക്കൊക്കെ ആ പ്രത്യേകത കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് ലൈവായിട്ട് കോൺഷ്യസ് ആയിരിക്കുന്ന ഒരാളുടെ മൈൻഡ് എടുക്കാൻ പറ്റത്തില്ല. ഇതൊരു ആർട്ടായിട്ട് മാത്രമേ റിജുലാൽ കാണാൻ പാടുള്ളൂ. റിജുലാലോട് വിചാരിക്കണം എനിക്ക് നമ്പർ തരണം എന്നുള്ളത്. ഇന്നൊന്ന് കൗണ്ട് ചെയ്തേ. 1 2 1 2 3 4 5 6 7 8 9 0. ലൗഡ്. 1 2 3 4 5 6 7 8 9 ലൗഡ്. 1 2 3 4 5 6 7 8 9 0. ലൗഡ്. 1 2 3 4 5 6 7 8 9. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനമ്മ, ഏട്ടൻ, പിന്നെ ഗ്രാൻഡ് എത്ര വയസ്സുണ്ടെന്ന് അറിയോ? 89 വയസ്സുണ്ട്. വെരി ഗുഡ്. ഒന്നൊരു കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 0. ഒന്നുകൂടി. 1 2 3 4 5 6 8 9 0. 1 to 5 ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5. ഇത് 0 അല്ല അല്ലേ പാസ്വേഡിനകത്ത്? അല്ല, ഓക്കെ പറയണ്ട. ഓക്കെ ഒന്നിനും പറഞ്ഞേ. 1 2 3 4 5. ഓക്കെ, സോ ഇപ്പൊ റിജുലാൽ ഞാൻ ഈ നമ്പർ അൺലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ, കുഴപ്പമില്ലല്ലോ? ശരി. സോ റിജുലാലിന്റെ പാസ്വേഡ് വരുന്നത് 1122. ശരിക്കും ഇതെങ്ങനെ? ഇത് ഇറ്റ്സ് പാർട്ട് ഓഫ് മെന്റലിസം. ഓക്കെ, വെച്ചാല് റീഡിങ്. ഇപ്പൊ റിജുലാൽ സംബന്ധിച്ചിട്ടാണ് ഞാൻ അതിന് എടുത്തത്. ഓക്കെ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോ താങ്ക് യു. ഏതായാലും വേറെ ഫോൺ പൊട്ടിച്ചിറങ്ങി. ഫോൺ മാത്രമല്ല, നമുക്ക് മൊബൈൽ നമ്പർ ATM നമ്പർ ഒക്കെ പൊട്ടിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു. ഓക്കെ.